നമസ്കാരം. ആലപ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യുവാവിനെ വെട്ടിക്കൊല്ലുവാൻ ശ്രമിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. പെൺകുട്ടിയെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് കേസ് അന്വേഷിക്കുന്ന സൗത്ത് പോലീസ് പറയുന്നത്. കണ്ണൂർ താഴെ ചൊവ്വയിൽ റിയാസിനെയാണ് മാരകമായി കുത്തേറ്റതും. കത്തികൊണ്ട് കുത്തിയ തിരുവനന്തപുരം സ്വദേശി സിബിയുടെ കാമുകിയെ റിയാസ് ശല്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന് സിബി നൽകിയ മൊഴി. റിയാസിന്റെ മൊഴി എടുക്കുവാനായിട്ടില്ല. പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല. റിയാസിന്റെ സുഹൃത്തിന്റെ മൊഴിയിലാണ് പോലീസ് കേസെടുത്തത്. റിയാസിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി സിബി വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സംഭവത്തിൽ സിബിയും സുഹൃത്ത് സംഭവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുലാലും അറസ്റ്റിലായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിയാസ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. എന്നാൽ ഈ സംഭവത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടക്കുന്നുണ്ട്. 12 വയസ്സുള്ള പെങ്ങളെ പീഡിപ്പിച്ചവനെ ചേട്ടൻ നടുറോഡിൽ കുത്തി. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം യുവാക്കൾ തമ്മിലുള്ള കത്തിക്കുത്ത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇരുവർക്കും അടുപ്പമുള്ള പെൺകുട്ടിയെ ചൊല്ലിയുള്ള തർക്കമെന്ന് പോലീസ് പറയുമ്പോഴാണ് ഇത് കുത്തിയ യുവാവിന്റെ അനിയത്തിയാണെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രതിക്ക് കയ്യടി നൽകുന്നത്. പെൺകുട്ടി ഇവരുടെ ബന്ധുവല്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 5:30 ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻപിലാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കൾ ഏറ്റുമുട്ടിയത്. റിയാസിന്റെ കാലിനും പുറത്തും തുടകളിലുമായാണ് വെട്ടേറ്റത്. സംഭവം കണ്ട് പരിഭ്രാന്തരായ ജനം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് യുവാക്കളെ പിടിച്ചുമാറ്റുന്നതും പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് റിയാസ്. സംഭവ സ്ഥലത്ത് തന്നെ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതികളുടെ മൊഴി ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. ചോര വാർന്ന് എതിർക്കാൻ ശ്രമിക്കുന്ന റിയാസും സംഭവം കണ്ട് ഭയന്ന നാട്ടുകാരെ വീഡിയോയിൽ കാണാം. ഇരുവർക്കും പരിചയമുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം. റിയാസിനെ ആക്രമിക്കുവാൻ കെണിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു പ്രതികൾ. മറ്റൊരു പെൺകുട്ടിയുടെ പേരിൽ വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ട് ഉണ്ടാക്കിയ പ്രതികൾ റിയാസുമായി ബന്ധമുണ്ടാക്കി. തുടർന്ന് ചാറ്റിങ്ങിലൂടെ നേരിട്ട് കാണാമെന്ന് വിശ്വസിപ്പിച്ച് ആലപ്പുഴയിൽ എത്തിക്കുകയായിരുന്നു. സുഹൃത്തിനൊപ്പമാണ് റിയാസ് ആലപ്പുഴ KSRTC സ്റ്റാൻഡിലെത്തിയത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ റിയാസ് തന്നെ സിനിമയ്ക്ക് പറഞ്ഞയച്ചു. ശേഷം സ്ഥലത്തെത്തിയ പ്രതികൾ റിയാസിനെ കയ്യിൽ കരുതിയ കത്തി വെച്ചാണ് ആക്രമിച്ചത്. തിരുവനന്തപുരം വഞ്ചൂർ വടക്കേ ചെമ്പടയിലെ വീട്ടിൽ വിഷ്ണുലാൽ, കല്ലയം ശിവാലയം വീട്ടിൽ MCB എന്നിവരെയാണ് ആലപ്പുഴ പോലീസ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. സിബിയുടെ പെൺസുഹൃത്തിനെ റിയാസ് ശല്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ മറ്റൊരു പെൺകുട്ടിയുടെ പേരിൽ സമൂഹ മാധ്യമത്തിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി സംസാരിച്ച പ്രതികൾ റിയാസിനെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പെൺകുട്ടിയെ കാണുവാനായി സുഹൃത്തിനൊപ്പമായിരുന്നു റിയാസ് ആലപ്പുഴയിലേക്ക് എത്തിയത്. ശേഷം സുഹൃത്തിനെ സിനിമ കാണുവാൻ ഇയാൾ പറഞ്ഞയച്ചു. സുഹൃത്ത് 4:30 റിയാസിനെ വിളിച്ചുവെങ്കിലും ആളെത്തിയില്ല എന്നാണ് മറുപടി നൽകിയത്. 1 മണിക്കൂറിന് ശേഷം വീണ്ടും വിളിച്ചുവെങ്കിലും റിയാസ് ഫോൺ എടുത്തില്ല. തുടർന്ന് സുഹൃത്ത് KSRTC സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. റിയാസിന്റെ കാലിലും പിൻഭാഗത്തും തുടകളിലുമായി 7 വെട്ടുകളാണ് ഏറ്റത്. 2 ദിവസത്തിനുള്ളിൽ റിയാസിന്റെ മൊഴിയെടുക്കും. റിയാസ് പോക്സോ കേസിലെ പ്രതിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിനിടെ സമാനമായ സംഭവത്തിൽ സഹോദരിയെ ശല്യം ചെയ്യരുതെന്ന വിലയ്ക്ക് ഡിഗ്രി വിദ്യാർത്ഥിയായ സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി ഒളിവിൽ തന്നെ. പൂവാർ മദർ തെരേസ നഗറിൽ മാർട്ടിൻ ബാബുവിനാണ് കയ്യിൽ കുത്തേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ബാലരാമപുരം സ്വദേശിയായ പ്രതിക്കെതിരെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സഹോദരിയെ പ്രതി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് മാർട്ടിൻ വിലക്കിയിരുന്നു. ഇതേ ചൊല്ലി അസഭ്യം പറഞ്ഞപ്പോൾ സംഭവത്തെക്കുറിച്ച് നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് മാർട്ടിൻ പറഞ്ഞു. തുടർന്ന് സംഭവ ദിവസം രാത്രി മാർട്ടിനും 5 സുഹൃത്തുക്കളും ഉച്ചക്കട വട്ടവിള കുരിശടിക്ക് സമീപം എത്തി. പ്രതിയും 2 സുഹൃത്തുക്കളും അവിടേക്ക് എത്തി. റോഡ് സൈഡിൽ നിന്ന് മാറി സംസാരിക്കാമെന്ന് പറഞ്ഞ് കാറിലും ബൈക്കിലുമായി വെങ്ങാനൂർ നീലകേശിക്ക് സമീപത്തെ വയലിൽ എത്തുകയും അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ഈ തർക്കത്തിനിടെ പ്രതി ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് മാർട്ടിനെ കുത്തുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മാർട്ടിന്റെ ഇടത് കൈമുട്ടിൽ കുത്തേറ്റുവെന്നും 6 സ്റ്റിച്ചുകളുണ്ടെന്നും വിഴിഞ്ഞ പോലീസ് അറിയിച്ചു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതി ഒളിവിലാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രതിയെ കണ്ടെത്തുവാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.